നിഷ്കളങ്കമായിട്ടൊരു പോസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ പോസ്റ്റ് വായിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അത് മനസ്സിലായിട്ടുണ്ട്. ആ പോസ്റ്റിനകത്ത് വേറെ പൊളിറ്റിക്സ് ശ്രദ്ധിച്ചോ? ആ പോസ്റ്റിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ നമ്പർ കണ്ടോ? അപ്പോൾ അവർ ഭയക്കുന്ന ആരാണെന്നുള്ള രാഷ്ട്രീയം കൂടി ആ പോസ്റ്റിനകത്തുണ്ട്. ഒട്ടും നിഷ്കളങ്കമല്ലാതെ ശ്രീലേഖായി മാഡം ഇട്ട പോസ്റ്റിൽ അവർ ഭയക്കുന്നത് കോൺഗ്രസിനെയാണെന്ന് വളരെ തെളിവായിട്ട് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് നടപടികളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകും. ശ്രീ കെ മുരളീധരൻ എന്ന് പറഞ്ഞ 55 വാർഡെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 51 എന്നുള്ളത്. എബവ് 51 51 സീറ്റുകൾ കൂടുതൽ ലഭിച്ചുകൊണ്ട് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വിക്ടറി UDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകും. ജനങ്ങളുടെ സഹായം നമുക്കുണ്ട്. അല്ല, അത് വഞ്ചിയൂരിൻ്റെ പൊളിറ്റിക്സ് നമുക്ക് അറിയാമല്ലോ. അവിടെ നമ്മൾ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ കോടതിയിൽ പോയിട്ട് അവിടെ എല്ലാം ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണമെന്നുള്ളത് വഞ്ചിയൂരിലും മുട്ടടയിലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വഞ്ചിയൂരിൽ ആവശ്യപ്പെട്ട് നന്നായി. കാരണം വലിയ രീതിയിലുള്ള ആക്രമണം എന്തിന് മറ്റ് സ്ഥാനാർത്ഥികളെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് ഇലക്ഷൻ സമയത്ത് കണ്ടതാണ്. നമ്മുടെ ഓഫീസേഴ്സിൽ നമ്മുടെ പോളിംഗ് ഓഫീസേഴ്സിനെ വരെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. നമ്മൾ ഇത്തരത്തിലുള്ള ഗുണ്ടായിസം പൊളിറ്റിക്സ് ഇനി ട്രിവാൻഡ്രത്ത് പോകില്ല എന്നുള്ള ട്രിവാൻഡ്രത്തിൽ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വഞ്ചിയൂരിലും പേട്ടയിലും ഒക്കെ ഇവർ കാണിക്കുന്നു. നമുക്കെല്ലാം അറിയാം ഉള്ളൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സാണ് ഈ 50 വർഷം ഈ ജില്ലയെ പിന്നോട്ട് കൊണ്ടുപോയത്. അതല്ല ഒരു വികസനവും എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു പുതിയ പൊളിറ്റിക്സിലേക്ക് തിരുവനന്തപുരം എത്തും. റിസൾട്ട് എന്തായാലും വരട്ടെ. താങ്ക് യു. ശബരിനാഥൻ ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. 51-ലേറെ സീറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രാവിലെ കെ മുരളീധരൻ പറയുന്നത് 55 സീറ്റ് അങ്ങനെ കോർപ്പറേഷൻ ഇത്തവണ UDF ഭരിക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ശബരിനാഥനും ഉറച്ച വിജയപ്രതീക്ഷ ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.